LDF നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി PV അൻവർ. UDF ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കാല് പിടിക്കുമ്പോൾ UDF മുഖത്ത് ചവിട്ടരുത്. ഇനി UDFന്റെ കാല് പിടിക്കാനില്ല. തന്നെ പിന്തുണച്ചത് PK കുഞ്ഞാലിക്കുട്ടി മാത്രം. അവസാന തീരുമാനത്തിന് വേണ്ടി ഒന്നുകൂടി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കാണും. അതിനുശേഷവും തീരുമാനം ഉണ്ടാകുന്നില്ല, നീതി ലഭിക്കുന്നില്ല എങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. തൃണമൂൽ കോൺഗ്രസിന്റെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം MP മാരടക്കം കേരളത്തിൽ വന്ന് തനിക്ക് വേണ്ടി പ്രചാരണം നടത്തുമെന്നും PV അൻവർ. കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ 13-കാരനെ കണ്ടെത്തിയത് തൊടുപുഴ ബസ് സ്റ്റാൻഡിനടുത്ത് നിന്ന്. പരീക്ഷ എഴുതാനെത്തിയ കുട്ടിയെ കാണാതായത് ഇന്നലെ മുതൽ. കുട്ടിക്കൊപ്പമുണ്ടായിരുന്ന കൈനോട്ടക്കാരൻ ശശികുമാറിനെതിരെ പോക്സോ കേസെടുത്തു. കുട്ടിയെ ശശികുമാർ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് പോലീസ്. ബംഗളൂരുവിൽ ബൈക്കിലെത്തിയ സംഘം യുവാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് കാൽത്തമജലു സ്വദേശി അബ്ദുൾ റഹീം. കൊലപ്പെടുത്തിയത് അജ്ഞാത സംഘം. മംഗളൂരു നഗരത്തിലും ദക്ഷിണ കന്നഡ ജില്ലയിലും നിരോധനാജ്ഞ. സംസ്ഥാനത്ത് 5 ദിവസം കൂടി അതിതീവ്ര മഴയെന്ന് കാലാവസ്ഥാ വകുപ്പ്. വയനാടും കോഴിക്കോടും റെഡ് അലർട്ട് തുടരുന്നു. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോഴിക്കോട്, വയനാട്, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. മാനേജറെ മർദ്ദിച്ചുവെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദനെ ഉടൻ ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല. പരാതിക്കാരന്റെ മൊഴിയിൽ വ്യക്തത തേടാൻ പോലീസ്. ഉണ്ണി മുകുന്ദന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും. അറബിക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ തുടർ നടപടികൾ ആലോചിക്കാൻ മർച്ചന്റൈൻ മറൈൻ വിഭാഗം യോഗം ചേരും. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. കപ്പലിലെ എണ്ണച്ചോർച്ച നിയന്ത്രണ വിധേയമെന്ന് കോസ്റ്റ് ഗാർഡ്. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ മരവിപ്പിച്ച് അമേരിക്ക. നടപടി ബാധകം FMJ വിസ അപേക്ഷകർക്കുള്ള ഇന്റർവ്യൂകൾക്ക്. നിലവിൽ വിസ ഇന്റർവ്യൂ തീയതി ലഭിച്ചവർക്ക് വിലക്ക് ബാധകമല്ല. വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കാൻ ട്രംപ് ഭരണകൂടം. ലക്ഷ്യം കാണാതെ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് റോക്കറ്റ് വിക്ഷേപണം. ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല. റോക്കറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിയന്ത്രിച്ച് ഇറക്കാനുമായില്ല. 9ാമത്തെ പരീക്ഷണ വിക്ഷേപണവും ലക്ഷ്യം കണ്ടില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബംഗളൂരുവിന് ആവേശജയം. ലക്നൌവിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്ത്. 1ാം ക്വാളിഫയറിൽ RCB നാളെ പഞ്ചാബിനെ നേരിടും.